സിനിമയുടെ തുടക്കത്തിൽ ഡെസേർട്ടിന് നടുവിലുള്ളൊരു ഡ്രില്ലിംഗ് കമ്പനി കാണുന്നു. അവർക്ക് അവിടുന്ന് ഓയിലൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ തിരിച്ചു പോവുകയാണ്. അവിടെയുള്ള ജോലിക്കാരെയൊക്കെ അവരവരുടെ നാട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു ഫ്ലൈറ്റ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റാണ് ഫ്രാങ്ക്. ഫ്രാങ്കിൻ്റെ കൂടെ ഏജയും ഉണ്ട്. അങ്ങനെ ഫ്രാങ്കും ഏജയും അവിടെയുള്ള ജോലിക്കാരോടൊക്കെ പറയുന്നു, എല്ലാവരും പാക്കേജൊക്കെ വേഗം എടുത്ത് ഫ്ലൈറ്റിൽ കയറി, നമുക്കിപ്പോൾ തന്നെ പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഫ്ലൈറ്റ് അവർ ടേക്ക് ഓഫ് ചെയ്യുന്നു. അപ്പോഴാണ് ഒരു അപകടം സംഭവിക്കുന്നത്. അതായത് വലിയ ശക്തമായ കാറ്റിൽ മണൽത്തരിയൊക്കെ പൊങ്ങി ഫ്ലൈറ്റിന് തന്നെ അപകടകരമായി മാറുന്നു. ഫ്ലൈറ്റ് ഇപ്പോൾ എമർജൻസി ടേക്ക് ഓഫ് ചെയ്യാതെ വേറൊരു രക്ഷയുമില്ല. അങ്ങനെ എമർജൻസി ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഫ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡ് അതുവഴി കുറേ ലഗേജസും പിന്നെ ഒരു ജോലിക്കാരനും താഴേക്ക് വീഴുന്നു. ഇപ്പോൾ ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എമർജൻസി ലാൻഡ് ചെയ്യുന്നു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിനകത്തുള്ള കുറച്ച് ജോലിക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു. കുറച്ച് പേര് സേഫാണ്. അവരുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ പുറകു വശം വഴി പുറത്തു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ കുറച്ച് ലഗേജേ ഉള്ളൂ. അങ്ങനെ അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സ്ഥലം നോക്കുമ്പോൾ ഒരു മരുഭൂമിയിലാണ്. ഒന്നുമില്ല, ചുറ്റും മരുഭൂമി മാത്രം. ഫ്ലൈറ്റ് ആകെ തകർന്നു. അവരിപ്പോൾ ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ്. എങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടും? ഇല്ലെങ്കിൽ അവരവിടെ തന്നെ നിൽക്കുമോ? ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ലഗേജസിലുള്ള ഫുഡും വെള്ളമൊക്കെ നോക്കുമ്പോൾ ആകെ 30 ദിവസത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് അധിക ദിവസമൊന്നും അവിടെ നിന്നുകൂടാ. അവരുടെ ഫ്ലൈറ്റിൽ പുറത്തുനിന്നും വന്ന ഒരാൾ കയറിയിരുന്നു. അതായത് ലോകമൊക്കെ ചുറ്റിക്കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു ജോലിക്കാരൻ പറയുന്നു, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കിയാലോ എന്ന്. അപ്പോൾ മറ്റൊരാൾ പറയുകയാണ്, നമ്മൾക്ക് ഈ സ്ഥലമൊന്നും അറിയില്ലല്ലോ, അതൊന്നും വേണ്ട, അതൊക്കെ അപകടമാണെന്ന് പറയുന്നു. എന്നാൽ അവരുടെ കയ്യിലുള്ള കോമ്പാസ് പോലും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കുടുങ്ങിപ്പോവുമെന്നൊക്കെ അയാൾ അവരോട് പറയുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് താങ്ങാനാ കഴിയില്ല. വെള്ളമൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. ഇപ്പോൾ രാത്രി ആയിരിക്കുകയാണ്. ആ നേരത്ത് ആ കൂട്ടത്തിലുള്ള ഒരാൾ ടോർച്ച് അടിച്ച് പുറത്തു പോകുന്നു. അപ്പോൾ ശക്തമായ കാറ്റ് കാരണം അവർക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടി അവർ നിലത്തേക്ക് വീഴുന്നു. അങ്ങനെ അടുത്ത ദിവസമായതും എല്ലാവരും എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരെ കാണുന്നില്ല. അവരെ കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പാനിക്കായിരിക്കുകയാണ്. എന്നാൽ ആ കൂട്ടത്തിലേക്ക് എല്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വളരെ പേടിയാവുന്നു. കാരണം അവൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ അവൾ ഫ്രാങ്കിനോട് ചോദിക്കുന്നു, നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അപ്പോൾ ഫ്രാങ്ക് പറയുന്നു, ഒരു വഴിയുമില്ല, നമ്മൾ ഏറ്റവും വലിയ ഡെസേർട്ടിലാണ് പെട്ടിരിക്കുന്നത്, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് എനിക്കൊരു ഐഡിയയുമില്ല എന്ന് ഫ്രാങ്ക് പറയുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവരുടെ കമ്പനിയിലെ ബോസ് പറയുന്നു, നമ്മളെ അന്വേഷിച്ച് ആരെങ്കിലും വരും, എന്തായാലും വരുമെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, അതായത് ആദ്യം പറഞ്ഞില്ലേ ഞാൻ ഈ സ്ഥലത്ത് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ ആൾ, അവരൊരു ക്യാനും എടുത്ത് ഞാൻ അന്വേഷിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ഫ്രാങ്കും അയാളും തമ്മിൽ ഒരു ചെറിയ വഴക്കുണ്ടാകുന്നു. അതിനെ തുടർന്ന് അവരെ വെള്ളമുള്ള ക്യാന് പൊട്ടിപ്പോവുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ആ യാത്രക്കാരൻ വരുന്നത്. അപ്പോൾ അവർ പറയുന്നു, ഞാനൊരു എൻജിനീയറാണ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. അതായത് ഈ ഫ്ലൈറ്റിൻ്റെ റിസോഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് വേറൊരു ചെറിയ ഫ്ലൈറ്റ് ഉണ്ടാക്കി ഇവിടെ നിന്നും രക്ഷപ്പെട്ടൂടെ എന്ന്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും സമ്മതിക്കുന്നു. ഫ്രാങ്ക് മാത്രം അതിന് സമ്മതിക്കുന്നില്ല. ആ യാത്രക്കാരന് വളരെ കോൺഫിഡൻസ് ആണ്. എന്നാൽ ഫ്രാങ്ക് അതൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസവും കൂടി കടന്നു പോകുന്നു. അപ്പോൾ ഒരാളെയും കൂടി മിസ്സാകുന്നു. അപ്പോൾ കെല്ലി പറയുന്നു, ഞാൻ പോയി അന്വേഷിക്കാമെന്ന്. അങ്ങനെ കെല്ലി അന്വേഷിക്കാൻ പോകുന്നതിനിടയിൽ ഫ്രാങ്ക് അവളെ തടയുന്നു. എന്നിട്ട് ഫ്രാങ്ക് അന്വേഷിക്കാൻ പോവുകയാണ്. അതിനിടയിൽ ഫ്രാങ്ക് ഒരു ഡെഡ് ബോഡി കാണുകയാണ്. അതായത് ആ പ്ലെയിനിൽ നിന്നും വീണ ആളുടെ ഡെഡ് ബോഡിയാണത്. അങ്ങനെ അതിന് കുറച്ചപ്പുറമായി ആ പയ്യനെ കാണുന്നു. അങ്ങനെ അവനോട് ഫ്രാങ്ക് പറയുന്നു, നീ എന്താണ് ഇവിടെ എന്ന്. അപ്പോൾ അവൻ ഫ്രാങ്കിനോട് പറയുകയാണ്, എല്ലാവരും സമ്മതിച്ചില്ലേ ആ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ, നിങ്ങൾ മാത്രം എന്താണ് സമ്മതിക്കാത്തതെന്ന്. അപ്പോൾ ഫ്രാങ്ക് പറയുന്നു, നമ്മുടെ കയ്യിലാകെ കുറച്ച് റിസോഴ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഫ്ലൈറ്റും കൂടി ഉണ്ടാക്കി അത് വിജയിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ റിസോഴ്സും പോകുമെന്ന്. അങ്ങനെ ആ പയ്യൻ കുറേ പറഞ്ഞ് ഫ്രാങ്കിനെ സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ ആ പയ്യനെയും കൂട്ടി ഫ്രാങ്ക് വീണ്ടും പ്ലെയിനിനടുത്ത് വരുന്നു. അങ്ങനെ പ്ലെയിനിനടുത്ത് വന്നിട്ട് ഫ്രാങ്ക് സമ്മതിച്ച കാര്യം എല്ലാവരെയും അറിയിക്കും. അങ്ങനെ അവരുടെ ജോലി തുടങ്ങിയിരിക്കുകയാണ്. അധിക സമയവും അവർ രാത്രിയിലാണ് ജോലി ചെയ്യുക. കാരണം രാവിലത്തെ ചൂട് സഹിക്കാൻ വയ്യില്ല. അങ്ങനെ ജോലിയിനിടയിൽ പെട്ടെന്നൊരു
തീപിടുത്തം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ തീപിടുത്തത്തിൽ ബാക്കിയുള്ള ഫ്യൂവലും കത്തിപ്പോകുന്നു. എന്നാലും അവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്ലെയിനിൻ്റെ വർക്ക് ഏകദേശം കഴിയാനായി. രാവിലെ മറ്റു ജോലിക്കാരൊക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ ആ യാത്രക്കാരൻ അവൻ കൂടുതലായി ജോലി ചെയ്യുന്നു. പ്ലെയിനിൻ്റെ ഏകദേശ പണിയൊക്കെ കഴിഞ്ഞ് പ്ലെയിനിൻ്റെ ഒരു സ്ട്രക്ചറായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പണി മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരുടെയും മനസ്സിലിപ്പോൾ സന്തോഷമാണ്. അങ്ങനെ അവർ ഒരു രാത്രി ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് മഴ വരുന്നു. ആ മഴ പെയ്തതും അവർക്ക് വലിയ ആശ്വാസമാകുന്നു. അങ്ങനെ ആ മഴ തുടർന്ന് വലിയ ഭീകരമായി മാറിയിരിക്കുകയാണ്. ശക്തമായ മിന്നലൊക്കെ. അപ്പോൾ ആ മിന്നലിൽ നിന്നും ഫ്രാങ്ക് ആ യാത്രക്കാരനെ രക്ഷിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ പേടിച്ചു പോയപ്പോൾ ആ യാത്രക്കാരനും ഫ്രാങ്കുമാണ് പിന്നീടുള്ള ജോലികളൊക്കെ ചെയ്തത്. അങ്ങനെ രാവിലെയായി. മിന്നലും മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്ലെയിനിന് ഒരു പേരിടുന്നു. ഫിയോണിസ് എന്നാണ്. ഇപ്പോൾ കെല്ലിയും ഫ്രാങ്കും കൂടി ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടന്നു പോകുമ്പോൾ കുറച്ച് പേരെ കാണുന്നു. അപ്പോൾ കെല്ലി പറയുന്നു അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് സഹായം ചോദിക്കാമെന്ന്. അപ്പോൾ ഫ്രാങ്കിൻ്റെ മനസ്സിൽ ചെറിയ പേടിയുണ്ട്, അവൻ ഒരു കൊള്ളക്കാരാണോ എന്ന്. അപ്പോൾ ഫ്രാങ്ക് ഉദ്ദേശിച്ച പോലെയാണ് കാര്യങ്ങളൊക്കെ. അവർ കൊള്ളക്കാരാണ്. അങ്ങനെ ഫ്രാങ്കും പിന്നെ ആ കൊള്ളക്കാരും ചെറിയ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ഫ്രാങ്ക് ആ കൊള്ളക്കാരെയൊക്കെ കൊല്ലുന്നു. അതിൽ നിന്നും ഒരുത്തൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായതും ആ കൊള്ളക്കാരനെ കിട്ടുകയാണ്. അതായത് ആ രക്ഷപ്പെട്ട കൊള്ളക്കാരനെ കിട്ടുന്നു. അപ്പോൾ കുറച്ച് ജോലിക്കാർ പറയുന്നു അവനെ ഒന്നും ചെയ്യേണ്ട, അവൻ പോയി രക്ഷപ്പെടാമെന്ന്. കുറച്ച് പേര് പറയുന്നു അവനെ കൊല്ലാം, അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് നമ്മളെ കൊല്ലുമെന്ന്. എന്നാൽ അപ്പോഴേക്കും ആ യാത്രക്കാരൻ കൊള്ളക്കാരനെ കൊന്നിരിക്കുന്നു. ഇത് ഫ്രാങ്കിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. സത്യത്തിൽ ആ യാത്രക്കാരൻ ഒരു അഹങ്കാരിയാണ്. അപ്പോൾ ഫ്രാങ്കും യാത്രക്കാരനും തമ്മിൽ ചെറിയ വഴക്കുണ്ടാകുന്നുണ്ട്. അങ്ങനെ യാത്രക്കാരൻ പറയുന്നു ഇനി ഞാൻ ഈ പ്ലെയിൻ ഉണ്ടാക്കാൻ സഹായിക്കില്ല. അങ്ങനെ അവനൊരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവരൊക്കെ അവൻ്റെ അടുത്ത് പോയിട്ടിപ്പോൾ ചോദിക്കുന്നു നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ, നിങ്ങൾ ദയവ് ചെയ്ത് പ്ലെയിൻ ഉണ്ടാക്കണമെന്ന് പറയുന്നു. അപ്പോൾ യാത്രക്കാരൻ പറയുകയാണ് ഫ്രാങ്ക് എന്നോട് സോറി പറഞ്ഞാൽ മാത്രമേ ഞാൻ വീണ്ടും ഇത് ഉണ്ടാക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ഫ്രാങ്ക് സോറി പറയുകയാണ്. അങ്ങനെ ആ യാത്രക്കാരൻ വീണ്ടും ജോലി തുടങ്ങുന്നു. ഈ സമയം ഫ്രാങ്കും ഏജയും കൂടി നോക്കുമ്പോൾ കൊള്ളക്കാരുടെ ഒരു പട തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് അവരുടെ അടുത്തേക്ക് തന്നെ. അപ്പോൾ വേഗം തന്നെ ഇപ്പോൾ പ്ലെയിന് റെഡിയാക്കണം, ഇല്ലെങ്കിൽ അവരാരും സർവൈവ് ചെയ്യില്ല. അങ്ങനെ അവരുടെ ജോലി കുറച്ചും കൂടിയും വേഗത്തിലാക്കി. അപ്പോഴാണ് ഫ്രാങ്ക് യാത്രക്കാരൻ്റെ ബാഗിൽ നിന്നും ഒരു സംഭവം കണ്ടത്. അത് ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവൻ എയറോനട്ടിലെ എൻജിനീയറൊന്നുമല്ലായിരുന്നു, ഒരു സാധാ ഡിസൈനറായിരുന്നു. അവനുണ്ടാക്കിയത് വെറും പ്ലെയിനിൻ്റെ സ്ട്രക്ചർ മാത്രമാണ്. പ്ലെയിന് വർക്കാവൂ എന്ന് അവർക്കൊക്കെ സംശയമായി. ആകെ ഡൗൺ ആയിരിക്കുകയാണ് അവർ. ഇപ്പോൾ കമ്പനിയുടെ ബോസ് വന്നിട്ട് അവനോട് പറയുന്നു, ദേഷ്യപ്പെട്ടിട്ട് അവനോട് പറയുന്നു നീ കാരണമാണ് ഇത്രയും സമയം പോയത്, നീ എന്താണ് ചെയ്തതെന്നൊക്കെ അവനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവനെ കൊല്ലാൻ നോക്കുമ്പോൾ ഫ്രാങ്ക് തടയുന്നു. എന്നിട്ട് പറയുന്നു ഈ പ്ലെയിൻ വർക്കായിട്ടില്ലെങ്കിൽ നമുക്ക് അവനെ കൊല്ലാം, ഇപ്പോൾ അവനെ വെറുതെ വിടൂ എന്ന്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു വലിയ ശക്തമായ കാറ്റടിക്കുന്നു. ആ കാറ്റിൽ പ്ലെയിന് മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ കാറ്റ് ശക്തമായത് കൊണ്ട് തന്നെ മണലൊക്കെ വന്ന് ആ പ്ലെയിനിനെ മൂടുന്നു. ഇപ്പോൾ അവർക്കെല്ലാം ചെറിയ ഉറപ്പ് വരികയാണ്, അതായത് പ്ലെയിന് വർക്കാവുമെന്ന കാര്യത്തിൽ. എന്നാൽ പ്ലെയിന് മുഴുവനായി മണൽ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഫ്രാങ്ക് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നു, നമ്മൾ എന്തായാലും സർവൈവ് ചെയ്യും, എന്തായാലും ഇത്ര എത്തിയില്ലേ, ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടേ ഇനി ബാക്കി കാര്യമെന്ന് എല്ലാവരോടും പറഞ്ഞ് അവൻ മോട്ടിവേറ്റ് ആക്കിയിട്ട് എല്ലാവരെയും കൊണ്ട് ആ പ്ലെയിന് മണലിൽ നിന്നും എടുക്കുന്നു. എന്നിട്ട് പ്ലെയിന് ഓണാക്കാൻ നോക്കുകയാണ്. എന്നാൽ ആദ്യ വട്ടം തന്നെ പ്ലെയിൻ ഓണാവുന്നില്ല. 2 വട്ടം ശ്രമിച്ചു. 3ാമത്തെ വട്ടം പ്ലെയിന് വർക്കായിരിക്കുകയാണ്. എന്നാൽ ഇതാ വീണ്ടും ഒരു അപകടം. അതായത് കൊള്ളക്കാരുടെ മുഴുവൻ ടീമും അവരെ ആക്രമിക്കാൻ ഇപ്പോൾ അവരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ പ്ലെയിന് വേഗം ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ യാത്രക്കാരും പ്ലെയിനിൽ കയറുകയാണ്. അങ്ങനെ പ്ലെയിൻ ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നു. അവർ ആകാശത്തിലൂടെ പറക്കുകയാണ്. അതായത് ആ മരുഭൂമിയുടെ മുകളിൽ കൂടി അവർ പറന്നു പോകുന്നു. അങ്ങനെ അവർ ആ മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെടുന്നു. അതും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.